നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു പഴുത്ത ചക്ക വെച്ച് ഉള്ള ഒരു അടയാണ്, ചക്കയട. ഇതിനു മുമ്പ് ഞാനൊരു ഇലയടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇത് ചക്ക വെച്ചാണ് ചെയ്യുന്നത്. ഇതിപ്പം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുകയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലിത് അരച്ച് വെച്ചിരിക്കുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കാവേ. ഞാനൊരു 1.25 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ചീകിയതിന് ശേഷം മെഷർമെൻ്റ് എടുത്തതാണ് 1.25 കപ്പ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പം ഞാൻ ശർക്കര ഗ്യാസിലേക്ക് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുകയാണ്. ഇതൊന്ന് ഉരുക്കിയെടുക്കാവേ. ഈ സമയം കൊണ്ട് ഇപ്പം ഞാനൊന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് മാവെടുക്കാം. ഇവിടെ ഇപ്പം ശർക്കര തിളച്ച് ഒന്നും കൂടെ ഒന്ന് ഉരുകാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് മാവ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.25 കപ്പ് ഇടിയപ്പത്തിൻ്റെ മാവാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിടാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർക്കണം. അപ്പം നമ്മുടെ ഈ മാവിലേക്ക് ഉപ്പ്, ഏലക്കാപ്പൊടി, ചുക്കുപൊടി ഇത്രയും ചേർത്ത് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. ഇതിപ്പം ചക്ക വരട്ടിയും ചെയ്യാം. അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ചക്കയുടെ സീസണൊക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ഇതിലേക്ക്, അതിൽ പിന്നെ നെയ്യ് സെപ്പറേറ്റ് ചേർക്കണം. നമ്മൾ ചക്ക വരട്ടി വെക്കുമ്പോൾ നെയ്യ് വെച്ചാണല്ലോ. എന്നിട്ട് ഇത് നമുക്കിതിലേക്ക് ചക്കയും കൂടെ ചേർത്താൽ മതി. അന്നേരം പ്രത്യേക ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ഒന്നും ചേർക്കണ്ട. മാവിലേക്ക് സ്വല്പം ഉപ്പ് ഇട്ട് ചക്ക വരട്ടിയും ചേർത്ത് എടുക്കാം. അത് പിന്നെ ശർക്കര പാനിയിലാണ് നമ്മൾ വരട്ടി വെക്കുന്നത് പോലും. പിന്നെ ഞാൻ ഇതിലേക്ക് ചക്ക ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ടങ്ങ് മിക്സ് ചെയ്താൽ മതി. ഇതേപോലെ കൈകൊണ്ട് മിക്സ് ചെയ്താൽ മതി. ഞാൻ ശർക്കര പാനിയുടെ ഗ്യാസ് ഫ്ലെയിമാണ് അണച്ചത്. അപ്പോൾ ഉരുകി. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ശർക്കര പാനി ചേർക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചേർക്കുന്നത്. ഇനി ഞാൻ കൈ കൊണ്ട് എടുക്കില്ല, നല്ല ചൂടോടുകൂടി വേണം ശർക്കര പാനി ഇതിലേക്ക് ചേർക്കേണ്ടുന്നത്. അപ്പം ഞാൻ ബാക്കി ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കുകയാണ്.
ഇനി ഇതേപോലെ മിക്സ് ചെയ്താൽ മാത്രം. എന്നിട്ട് നമ്മളിവിടെ ഇലയില, ഞാനിപ്പം വാഴയിലയിലാണ് ചെയ്യുന്നത്. വാഴയിലയിൽ കുറേശ്ശെ സ്പൂൺ കൊണ്ട് കോരി വെച്ചിട്ട് പരത്തിയിട്ട് കൈ കൊണ്ട് പരത്തണമെന്ന് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ സ്പൂണിനകത്ത് കുറച്ച് വെച്ചിട്ട് ഇല കൊണ്ട് അന്ന് പരത്തിയാലും മതി. കാണിച്ചു തരാം. ലൂസായിട്ട് തോന്നുന്നത് ഇരിക്കുമ്പോൾ ഇത്തിരി തിക്കാവും. ഇത് പെട്ടെന്ന് തന്നെ മൊത്തം മിക്സായി വരുമ്പോൾ ശരിയായിക്കോളൂ. അത് അപ്പം നല്ല കട്ട് തിക്കായി. അപ്പം മൊത്തം ഞാൻ മിക്സായി വന്നപ്പോൾ തന്നെ പരിപാടി ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി ഞാൻ ഇലയെല്ലാം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ വെച്ച് കാണിച്ചു തരാം. ഇനി ഈ പരത്തുന്ന സമയത്ത് നമുക്ക് ഏതിലാണോ നമ്മൾ ആവി കയറ്റുന്നത്, ആവിക്ക് അതായത് ഇത് സ്റ്റീം ചെയ്തെടുക്കുകയല്ലേ, അപ്പോൾ ആ പാത്രം നമ്മൾ സ്റ്റീം ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റീമറാണ് വെക്കുന്നത്. അത് ഇതിലേക്ക് ഈ സമയത്ത് സ്റ്റീം ചെയ്യാൻ വെക്കാം. കുറച്ച് വെള്ളം അതിലേക്ക് വെച്ച് ഗ്യാസിലേക്ക് വെച്ചാൽ മതി. ഇതെല്ലാം തയ്യാറായി വരുമ്പോഴത്തേക്ക് വെക്കാൻ പറ്റുമോ. അപ്പോൾ മനസ്സിലായി കാണും. അത് ഇതേപോലെ പരത്തിയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതേപോലെ പരത്തിയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റീമറിലേക്ക് ഇത് വെക്കുകയാണ്. ഇത് അടച്ചു വെക്കാവേ. ഇനി ഇത് തുറക്കുകയാണ്. ഇത് വെന്തിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാനിനി ഓഫാക്കുകയാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷം എടുക്കാം. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തുറന്ന് കാണിച്ചത് ഇപ്പം നല്ലോണം പാകമായിരിക്കുകയാണ്. അതായത് രണ്ട് വശവും കണ്ടോ വിട്ട് വരുന്നത്, ഇതാണ് അതിൻ്റെ പാകം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.